إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله كان عليكم رقيبا ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളൊക്കെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സ്വഭാവപരമായ നിരവധി കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി പഠിപ്പിക്കപ്പെട്ടത് ലജ്ജയെക്കുറിച്ചാണ്. നമുക്കറിയാം, ലിബറലിസവും ഉദാരവൽക്കരണവും തുടങ്ങിയ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി പല നാടുകളിലുമൊക്കെ ഉള്ള സംസ്കാരങ്ങളും രീതികളും ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തടുത്തു നിർത്താൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്താണ് ഇതിലൂടെയൊക്കെയുള്ള തിന്മകളുടെ വ്യാപനം എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം പ്രതിരോധിക്കുന്നോ, എത്ര ശക്തിയിൽ പ്രതിരോധിക്കുന്നോ, അതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയിലാണ് ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ ധാരാളം തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അവരുടെ ഇഹത്തിലും പരത്തിലും നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലതും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇത്തരം തിന്മകൾ നമ്മുടെ വ്യക്തികളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് ഒക്കെ കയറി വരുന്നത് എന്നതൊരു വസ്തുതയാണ്. ഭക്ഷണ മര്യാദകൾ പാലിക്കുന്നിടത്ത് ഇസ്ലാം വളരെ കൃത്യമായ ഒരു ബോധം പഠിപ്പിക്കുന്നുണ്ട്.
അള്ളാഹുവിനെ ഓർത്ത് ബിസ്മി ചൊല്ലി അവനവന്റെ അടുത്ത് നിന്ന് ആവശ്യമുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ഒരു കൾച്ചർ, ഒരു ശീലം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവന്റെ പാത്രത്തിൽ കൈയിട്ട് വാരിയും മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിക്കുന്നിടത്ത് പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ ഒരു ലജ്ജയുമില്ലാത്ത രൂപത്തിൽ പെരുമാറുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് അവിടെ പാഠങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടത്ത് നമ്മൾ ശീലിക്കേണ്ട ലജ്ജയുടെ ഗുണങ്ങളുണ്ട്. അവിടെ എങ്ങനെയും നമ്മളെ വീടാണ് എന്ന് കരുതി എന്തും എങ്ങനെയും ആവാം എന്ന നിലക്കല്ലല്ലോ. നമുക്കവിടെ സ്വീകരിക്കേണ്ട വസ്ത്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾക്ക്, നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഭക്ഷണ വസ്തുക്കൾക്ക്, അവിടെ ലഭ്യമാകുന്ന സൗകര്യങ്ങളിലൊക്കെ ഒരു ഇസ്ലാമികമായ ഒരു ശീലം വളരെ പ്രധാനമാണ്. ലജ്ജ നഷ്ടപ്പെടുമ്പോൾ ആ ശീലവും ആ കൾച്ചറും ഇല്ലാതായി പോകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ തന്നെ ഒരു മാന്യമായ വസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ച് ഇസ്ലാമിന്റെ ഒരു ശീലമുണ്ട്. അത് ലജ്ജയുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ തോന്നിയ രൂപത്തിൽ ആളുകൾക്ക് വസ്ത്രം ധരിച്ചു പോകാൻ പറ്റും. ഔറത്ത് മറയാത്ത വസ്ത്രം ധരിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് നാട്ടിലുണ്ട്. മുസ്ലിം കുടുംബങ്ങളിലുണ്ട്. സ്ത്രീ പുരുഷന്മാർക്ക് കൃത്യമായ ഔറത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പലരും ചെറിയ ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്നത് കാണാൻ പറ്റും. മുട്ടുവരെയുള്ള ഭാഗം മറയാത്തൊരു വസ്ത്രം പുരുഷന്മാർക്കില്ല. അവരുടെ മുട്ടുപൊക്കളിനിടയിൽ നിർബന്ധമായും മറക്കേണ്ട ഭാഗങ്ങളാണ്. സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളൊക്കെ മറക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രൂപത്തിലുള്ള വസ്ത്ര സംസ്കാരം നമ്മിലേക്ക് പാശ്ചാത്യ ലോകത്ത് നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വീകരിക്കുന്നിടത്ത് വസ്ത്രം ധരിക്കുന്ന വിഷയങ്ങളിൽ നമുക്കൊരു ശീലവും ഒരു ലജ്ജാബോധവും ഉണ്ടാകേണ്ടതുണ്ട്. ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ എല്ലാ കൾച്ചറിനെയും പൊളിച്ചു കളയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ ഫോൺ വഴി, നമ്മുടെ ഇന്റർനെറ്റ് വഴി, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ചാനലുകൾ വഴി, നമ്മുടെ സ്ക്രീനുകൾ വഴിയൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇളം തലമുറയെ വരെ ഇതൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് അത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ ലജ്ജാശീലം എന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സംസാരത്തിൽ ഒരു ലൈസൻസുമില്ലാതെ സംസാരിക്കുന്ന ഒരു കൾച്ചർ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? നമ്മുടെ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞ ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുന്നവർ നമ്മൾ കാണും. ആൾക്കൂട്ടത്തിനിടയിലായാലും വേറെ സ്ഥലത്തായാലും ഒരു ഔചിത്യബോധവുമില്ലാതെ ചറവറ സംസാരിച്ച് ആളുകൾക്കിടയിൽ വെറുപ്പ് നേടുന്ന കുറെ മനുഷ്യരുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തും അനുസരിച്ച് നമ്മുടെ സംസാരത്തിൽ പാലിക്കേണ്ട ചില മാന്യതകളുണ്ട്, ചില സംസ്കാരങ്ങളുണ്ട്, അത് ചില ശീലങ്ങളുണ്ട്. അത് ചിലർക്ക് പ്രകൃതിപരമായി കിട്ടും, ചിലർ അത് ശീലിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. അവിടെയൊക്കെ ലജ്ജയുമായി ബന്ധിപ്പിക്കേണ്ട സംഗതികളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സൂചിപ്പിച്ച ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ലജ്ജാശീലം എന്ന് പറയുന്നത് നമ്മളെ സ്വാധീനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലജ്ജ എന്തിനാണ്? നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളുടെയും തെറ്റുകളുടെയും ഒക്കെ ആ ഒരു കടന്നുവരവിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സൽസ്വഭാവമാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത്. അതിലേക്കുള്ള എല്ലാ വാതിലുകളും അത് അടച്ചു കളയും. ആ ശീലമുണ്ടെങ്കിൽ തെറ്റുകളും തിന്മകളും നമ്മിലേക്ക് വരുമ്പോൾ നമുക്കൊരു ലജ്ജാശീലവും ഒരു ബോധമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ അതിലേക്ക് പെട്ടുപോകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവും. ലജ്ജ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംസ്കാര സമ്പന്നനും മാന്യനുമാക്കുന്ന ഒരു സൽസ്വഭാവമായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയ പോലെ പ്രവർത്തിച്ചുകൊള്ളുക എന്നാണ്. അപ്പൊ ലജ്ജയില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിന്റെയും അതിരുകൾ ലംഘിച്ചു പോകുമെന്നാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുമെന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. റസൂൽ പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ. എല്ലാ ദീനിനും എല്ലാ മതങ്ങൾക്കും ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സ്വഭാവ രീതിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ സംസ്കാരം, അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ലജ്ജാശീലവും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം
പിശാചിന്റെ പ്രേരണയാൽ വിലക്കപ്പെട്ട ഒരു പഴം, ഒരു കനി ഭക്ഷിച്ചതിനാൽ അവരുടെ ശരീരത്തിൽ നിന്ന് സ്വർഗീയമായ വസ്ത്രങ്ങൾ നീക്കപ്പെട്ടു. അവരുടെ നഗ്നത വെളിപ്പെട്ട സന്ദർഭം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ആ നഗ്നത വെളിപ്പെട്ടപ്പോ മനുഷ്യ സഹജമായ ഒരു വികാരം അവരെടുത്തുണ്ടായി. ആ നഗ്നത പെട്ടെന്ന് മറക്കണമെന്നൊരു ബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് മനുഷ്യരുടെ ആവിർഭാവം മുതൽ മനുഷ്യരിൽ രൂഢമൂലമാക്കപ്പെട്ട ഒരു ഗുണമാണ് യഥാർത്ഥത്തിൽ. ചിലർക്കത് നഷ്ടപ്പെടും, ചിലർക്കത് വൃത്തികേടുകളും തോന്നിവാസങ്ങളും മോശത്തരങ്ങളും അങ്ങനെ സംസ്കാരശൂന്യമായ കാര്യങ്ങൾ നിരന്തരമായി ചെയ്ത് ഇതിനൊരു നിലയും വിലയില്ലാതോ ഇത് ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോ അവർക്ക് ഈ ലജ്ജ ഉണ്ടായ സന്ദർഭത്തിൽ അവരാ നഗ്നത മറക്കാൻ ശ്രമിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വയാ ആദമുസ്കുൻ അൻത വസൗജുക്കൽ ജന്ന, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അവിടുത്തെ പ്രിയ പത്നിയോടും സ്വർഗത്തിൽ താമസിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചു. ഫകുലാ മിൻ ഹൈസു ശിഅ്തുഹുമാ, അവിടെ നിന്ന് എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത്, ഇഷ്ടമുള്ളിടത്ത് നിന്ന് തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ പെർമിഷനും അവിടുന്ന് കൊടുത്തു. എന്നിട്ട് അള്ളാഹ് അവരോട് ഒരു നിബന്ധന വെച്ചു. വലാ തഖറബാ ഹാദിഹി ഷജറ, ഒരു മരത്തെ ചൂണ്ടി പറഞ്ഞു, അതിനടുത്തേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല, ആ കായ് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ ചെയ്താൽ ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമം ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകുമെന്ന് അവർക്ക് വിലക്കേർപ്പെടുത്തി. അപ്പൊ സ്വർഗത്തിൽ താമസിക്കാൻ കൊടുത്തു, ഇഷ്ടമുള്ളിടത്ത് നിന്ന് ഭക്ഷിക്കാനുള്ള അവസരം കൊടുത്തു, അതേസമയം ചില നിബന്ധനകൾ പാലിക്കാൻ പറയുകയും ചെയ്തു. പക്ഷെ ശൈത്താൻ എന്താ ചെയ്തത്? ശൈത്താൻ അവർക്ക് വസ്വാസം ഉണ്ടാക്കി, അവരുടെ മനസ്സിനെ ദുർമന്ത്രം നടത്തി, ദുർബോധനം നടത്തി. എന്നിട്ടോ ലിയുബ്ദീലഹുമാ മാ ഉരിയൻഹുമാ മിൻ സൗആതിഹിമാ എന്ന് ഖുർആൻ പറയാൻ, അവരുടെ മറച്ചു വെച്ചിരുന്നതായ നഗ്നത അവർക്ക് വെളിവാക്കാനാവുകയുള്ള ഒരു സാഹചര്യം പിശാച് അവർക്ക് ബോധപൂർവ്വം ഉണ്ടാക്കി എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരെ തെറ്റിൽ ചാടിച്ചു, അവരെ ആ കനി ഭക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അള്ളാഹ് പറഞ്ഞ ഒരു ഹദ് പാലിക്കുന്നതിൽ നിന്ന് പിശാച് അവരെ വഞ്ചിച്ചു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിശാച് ഇത്രത്തോളം പറഞ്ഞു, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ. പിശാച് എന്താ പറഞ്ഞത്? നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് നിങ്ങളോട് ഈ വൃക്ഷത്തെക്കുറിച്ച് വിരോധിച്ചിട്ടില്ല, അവർക്ക് പോകാൻ ഒരു തടസ്സമില്ല. അതങ്ങനെ പറഞ്ഞതല്ല എന്നുള്ള നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇല്ലാ അൻ തകൂന മലക്കൈൻ ഔ തകൂന മിനൽ ഖാലിദീൻ. ഒന്നുകിൽ അള്ളാഹു നിങ്ങളോട് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ മലക്കുകളായി തീരുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. കാരണം മലക്കുകൾ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ജീവിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ടതാണ്. അവരുടെ ദറജയിലേക്ക് ഉയരുമോ എന്ന് അള്ളാഹ് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിലോ ഔ തകൂന മിനൽ ഖാലിദീൻ, സ്വർഗത്തിൽ ശാശ്വതവാസികളായി തീരുമോ എന്നതിനുകൊണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ കനി ഭക്ഷിച്ചാൽ ശാശ്വതമായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മലക്കുകളെ പോലെ നിങ്ങൾക്കായിത്തീരാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചാണ് യഥാർത്ഥത്തിൽ അവരെ വിശ്വാസിലാക്കുന്നത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷെ അവരെ എന്ത് ചെയ്തു? പിശാച് തരംതാഴ്ത്തി, വഞ്ചനയിൽപ്പെടുത്തി എന്നാണ്. അങ്ങനെ അവരാ വൃക്ഷത്തിൽ നിന്ന് ഫലം രുചി നോക്കി. അതോടുകൂടി എന്താ സംഭവിച്ചത്? ബദത്ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്തിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അവർക്ക് അവരുടെ സ്വർഗീയമായ വസ്ത്രം നീക്കപ്പെട്ടു, നഗ്നത വെളിവാക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി. സ്വർഗത്തിലെ ചില ഇലകളിൽ നിന്നും അതെടുത്തിട്ട് ശരീരത്തിൽ ഇങ്ങനെ പറ്റിച്ചു വെച്ച് നാണം മറക്കാൻ അവർ ശ്രമിച്ചു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞുതരാണ്. സൂചിപ്പിച്ചത് ഈ ലജ്ജാബോധം എന്ന് പറയുന്നത് മനുഷ്യ സഹജമായി നമുക്കുണ്ടാകേണ്ട സംഗതിയാണ്. അപ്പൊ നഗ്നത വെളിവാകുമ്പോ, അല്ലെങ്കിൽ ഒരു വൃത്തികേടിലേക്ക് നമ്മൾ പോകുമ്പോ, വേണ്ടാത്തരങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ ഈ ലജ്ജ എന്ന് പറയുന്നത്. അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അടുക്കാൻ പറ്റാത്ത ചില മരങ്ങൾ, അല്ലെങ്കിൽ ചില അതിർത്തികൾ, ചില നിയമങ്ങൾ, ചില അതിരുകളൊക്കെ നമ്മളോടൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിലേക്ക് അടുത്തുപോയാൽ നമ്മൾ ഈ വഞ്ചനയിൽപ്പെടും, പിശാചിന്റെ ചതിയിൽപ്പെടും, നമുക്ക് ലജ്ജ നഷ്ടപ്പെടും, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹയാഉ മിനൽ ഈമാൻ. ഈ ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിൽപ്പെട്ടതാണ് എന്നാണ്. ഈമാനിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ലജ്ജ എന്ന് പറയുന്നത്. ഈമാന്റെ ശാഖയിൽപ്പെട്ടതാണ്
ലജ്ജ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ചിലപ്പോൾ നമുക്കത് പ്രകൃതിപരമായി തന്നെ നമ്മുടെ കുടുംബപരമായോ നമ്മുടെ ജനനത്തോടു കൂടി തന്നെ ചിലർക്കത് ലഭ്യമാകും, ചിലർക്കത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് പരിശീലിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുമെന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അദ്ദേഹമാണല്ലോ നമ്മുടെ റോൾ മോഡൽ, മാതൃക എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ലജ്ജാശീലമുള്ള മഹൽ വ്യക്തിയായിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളിൽ നമുക്കൊരു സംഭവം കാണാം. സൈനബ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചപ്പോ കുറെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദ്യക്ക് ക്ഷണിച്ചു. ഒരു വിവാഹത്തിന്റെ വലീമത്തിന് വേണ്ടി ക്ഷണിക്കാൻ. അപ്പൊ കുറെ ആളുകൾ സഹാബികളൊക്കെ ഒരുമിച്ച് വന്നു. അവരെ ഭക്ഷണം പാകമാകുന്നത് ഇങ്ങനെ നോക്കി നിന്നു. കുറെ നേരം ഭക്ഷണം പാകമായി, അത് കിട്ടി, കഴിച്ചു. എന്നിട്ട് പിന്നെയും വർത്തമാനം പറഞ്ഞ് വെറുതെ അവിടെ ഇരിക്കുന്ന സന്ദർഭം ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ശല്യമാകുന്ന രൂപമായത്. കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഒന്ന് പിരിഞ്ഞു പോകണം എന്നുള്ളൊരു ബോധം നഷ്ടപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി. പക്ഷേ റസൂലുള്ളാഹിക്ക് ഇത് പറയാനൊരു ലജ്ജ തോന്നിയതാണ്. റസൂലുള്ളാഹിക്ക് ഇവരെ ക്ഷണിച്ച അതിഥികളോട് എങ്ങനെ ഒന്ന് പോയി തരുമെന്ന് ചോദിക്കാം, പക്ഷെ പറയണമെന്നുണ്ട്. പക്ഷേ അത് ചോദിക്കാൻ ലജ്ജ തോന്നി എന്നാണ്. ആ മനസ്സിന്റെ വിഷമം മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ആയത്തുകൾ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആളുകൾ നിങ്ങളെ ഒരു സദ്യയിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, അത് പോവുക, പിന്നെ നമ്മളെ റോള് കഴിഞ്ഞാൽ പോവുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ കാലത്തൊക്കെ കാണാൻ കഴിയും. പല കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും കുടുംബ വിരുന്നുകളിലും, ഈ കുടുംബവും സൽക്കാരമൊന്നുമില്ല, സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒക്കെതായാലും ശരി, വീടുകളിലും ചില ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലും ചില ഹോട്ടലുകളിലൊക്കെ സഭ്യമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. ഒരു മിനിമം ടൈം കഴിഞ്ഞാൽ പോവുക എന്നുള്ളത് ദീനിന്റെ ഒരു മര്യാദയായിട്ടാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരുതരം സെലിബ്രേഷന്റെ ഒരു മൂഡിൽ പലപ്പോഴും നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതൊരു വസ്തുതയാണ്. നമ്മളിൽ അത് ഉണ്ടാകരുത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ശല്യമാകാതിരിക്കുക എന്നത് ലജ്ജയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ മറ്റൊരാൾക്ക് ശല്യമാകുന്നുണ്ടോ എന്നൊരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അത് ഒരു ലജ്ജയുടെ ഭാഗമാണ്. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ആ ബോധം ഉണ്ടാവില്ല. മറ്റയാളെ മനസ്സിൽ അതിങ്ങനെ വെറുപ്പും അനിഷ്ടവും കൂടി വരുന്നല്ലാതെ സഹികെട്ട് അങ്ങനെ സഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരിക്കൽ നോക്കൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ബഹുമാന്യനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വരുന്നുണ്ട് എന്ന്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ തന്റെ തുണി കുറച്ചിങ്ങനെ മുട്ടിന്റെ മേലെ ഇങ്ങനെ കയറി നിന്നതുപോലെ തോന്നി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് എണീറ്റിരുന്നിട്ട് ഈ തുണി ഇങ്ങനെ നേരെയാക്കുകയാണ്. ഡ്രസ്സ് നേരെയാക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വന്നു പോകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുണി അതേപോലെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ റസൂൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്റെ പിതാവ് വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ധൃതി കാണിച്ചത് നന്നാക്കുന്നത് കണ്ടില്ല. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ നിങ്ങളിങ്ങനെ ധൃതി പിടിച്ച് തുണിയൊക്കെ നേരെയാക്കുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, അദ്ദേഹം അങ്ങേയറ്റം ലജ്ജയുള്ള ഒരാളാണ് എന്നാണ്. അപ്പൊ തന്റെ ഇങ്ങനെ നഗ്നമായ ഒരു ശരീരം പോലെ കുറച്ചൊരു കണങ്കാലിന്റെ ബാക്കിൽ കയറിപ്പോയ തുണിയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ശരീരം കാണാൻ പോലും ലജ്ജാബോധം കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് പ്രയാസമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അന്യന്റെ രഹസ്യങ്ങളിലേക്ക്, നഗ്നതകളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞ ഒരു അറപ്പും വെറുപ്പും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതൊക്കെ മ്ലേച്ഛമായ പണിയാണ്, ഒരു വൃത്തികെട്ട ഏർപ്പാടാണ്. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നത് ഒരു ലജ്ജാബോധം മനുഷ്യനുണ്ടാകുമ്പോഴാണ്. അതുണ്ടാകണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ലജ്ജയില്ലെങ്കിൽ നോക്കൂ, നമ്മുടെ അതിഥികൾ ആദരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ ഒരു ഉളുപ്പുകൊണ്ടാണ് യഥാർത്ഥത്തിൽ. ഒരു ലജ്ജാബോധം കൊണ്ടാണ് പലരെയും നമ്മൾ കെയർ ചെയ്യുന്നതും പരിഗണിക്കുന്നതും നമ്മളതിനു വേണ്ടി ചില സമയം മെനക്കെടുന്നതും എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരാൾ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ നമുക്കൊരു ലജ്ജയില്ലെങ്കിൽ ആ അമാനത്ത് പാലിക്കപ്പെടില്ല എന്നുള്ളതാണ്. അത് വിശ്വസിച്ചേൽപ്പിക്കണം തോന്നൂല, നമുക്ക് അതിനൊരു ഗൗരവം തോന്നൂല. അങ്ങനെ ഉളുപ്പില്ലാതെ അന്യന്റെ മുതലുകൾ ഭക്ഷിക്കുന്ന ആളുകളില്ലേ, അമാനത്തുകൾ ലംഘിക്കപ്പെടുന്ന ആളുകളില്ലേ, അതുണ്ടാകൂല. കരാറുകൾ പാലിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഒരാളുടെ ആവശ്യം, മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ ഈ ലജ്ജാബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നഗ്നത മറക്കാൻ ആളുകൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നഗ്നത വെളിവാകുന്ന ഒരു കുറവ് വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു നാണം വരുന്നത് ഈ ലജ്ജാബോധം ഉള്ളത് കൊണ്ടാണ് എന്നാണ്.
മ്ലേച്ഛമായ കാര്യങ്ങൾ തടയപ്പെടണം, ഈ ലജ്ജാബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. ലജ്ജയില്ലെങ്കിൽ മനുഷ്യർ തോന്നിയതുപോലെ പരിക്കൻ സ്വഭാവമുള്ളവരായി ഒരുതരം കാടന്മാരായി മാറിത്തീരുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലജ്ജാബോധം വളർത്തുന്നത് എങ്ങനെയാണ് നമുക്കത് ഉണ്ടാകുക? അതിന് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ബോധം ഉണ്ടാകണമെന്നാണ്. അള്ളാഹുവിനോടുള്ള ഒരു ലജ്ജ ഉണ്ട് നമുക്ക്. അള്ളാഹുവിനോടുള്ള ഒരു ലജ്ജ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫല്ലാഹു അഹബ്ബു അൻ യുസ്തഹി മിൻഹു മിനൻ നാസ്. മനുഷ്യർക്കിടയിൽ ലജ്ജ കാണിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ബാധ്യത അള്ളാഹുവിനോടുള്ള ലജ്ജ കാണിക്കുന്നതിനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാകുക? നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ രഹസ്യ ജീവിതം, നമ്മുടെ പരസ്യ ജീവിതം, ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ മതി അള്ളാഹിനോടുള്ള ബാധ്യത നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന്. അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തിയും പറഞ്ഞല്ലോ, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ പോലും അള്ളാഹ്ക്ക് മനസ്സിലാവും, അള്ളാഹ് അറിയും. നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചത് മനുഷ്യർക്ക് മനസ്സിലാവില്ല, പക്ഷെ അള്ളാഹു അത് തിരിച്ചറിയുന്നുള്ളതാണല്ലോ. നമ്മുടെ മനസ്സിന്റെ രഹസ്യങ്ങൾ അള്ളാഹ്ക്ക് അറിയും. മാത്രമല്ല, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അള്ളാഹു തആല ഓരോരുത്തരെയും ഇങ്ങനെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധമുള്ളവന് എങ്ങനെയാണ് ഈ ലജ്ജാശീലം നഷ്ടപ്പെടുക? മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കി കണ്ട് രേഖപ്പെടുത്താൻ നിശ്ചയിച്ച സൃഷ്ടികളാണ് മലക്കുകൾ. അവരെപ്പറ്റി ഖുർആൻ പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ. അവർ നമ്മുടെ മേൽനോട്ടക്കാരാണ് എന്നാണ്. നമ്മുടെ ഓരോ സെക്കൻഡുകളും അവർ നോക്കിക്കാണുന്നുണ്ട്. മാത്രമല്ല, കിറാമൻ കാത്തിബീൻ, വളരെ മാന്യമായി അത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു എന്നാണ്. യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം അവർ അറിയുന്നുണ്ട്. മലക്കളവൊക്കെ അറിയുന്നുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ്. അപ്പോ നമ്മൾ ആര് കാണാതെയാണ് നമ്മളൊരു വേണ്ടാത്തരം ചെയ്യാം? ആരെ ഭയക്കാതെയാണ് നമ്മളൊരു വേണ്ടാത്തരം ചെയ്യാം? അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. ഇവിടെ അള്ളാഹു മലക്കളൊക്കെ അത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ലജ്ജയും ബോധമൊക്കെ ഉണ്ടാവില്ലേ? ഖുർആൻ പറയുന്നുണ്ട്, ജനങ്ങൾക്കിടയിലോ ചില മനുഷ്യന്മാർ വിചാരിക്കും യസ്തഖൂന മിനന്നാസ് വലാ യസ്തഖൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചവർ ചില കാര്യം ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് അള്ളാഹുവിനെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലട്ടോ എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ പരസ്യമായി ചെയ്യാൻ വേണ്ടിയിൽ നമ്മൾ ചിലപ്പോൾ രഹസ്യമായി ചെയ്യും, ഒറ്റയ്ക്കിരുന്ന് ചെയ്യും, ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ചെയ്യും. പക്ഷെ ഇതൊക്കെ അള്ളാഹുവും മലായിക്കത്തുകളും ഒക്കെ കാണുന്നുണ്ട് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലജ്ജയെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഒരു വിചാരം, ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. പുതിയ കാലത്ത് ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും, ഇതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് എന്ന് സ്വന്തം മാതാക്കളോടും പിതാക്കളോടും ഒക്കെ ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ ഒരു ലിബറൽ വാദങ്ങളുടെ അതിപ്രസരത്തിന്റെ ഭാഗമായി നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അവിടെ എന്റെ ശരീരം ഞാൻ ഇഷ്ടപോലെ ചെലവഴിക്കും, എന്റെ കല്യാണം നിങ്ങൾ ആരാണ് ചോദിക്കുക, ഞാൻ ആരെയും കൂടെ പോകും, ഒരു ലിവിങ് ടുഗദർ അല്ല, എനിക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പോകാൻ എനിക്ക് അധികാരം അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. എന്ത് പറയാനും തോന്നിയതുപോലെ പ്രവർത്തിക്കാനും അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്തും കാട്ടാനും ഒക്കെയുള്ള ഒരു തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. പക്ഷെ ഒരു ഇസ്ലാമിക് കൾച്ചർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അതിവാദങ്ങളെ, അതിപ്രസരങ്ങളെ, അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു ലജ്ജാശീലം കൊണ്ട് തടുത്തു നിർത്തുകയും നമ്മളെ സംസ്കാരമുള്ളവരും മാന്യതയുള്ളവരുമാക്കി തീർക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു പൊതുബോധമാണ്. അത് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ വളരെ പ്ലാനോടുകൂടി നമ്മുടെ മക്കൾക്ക് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു അജണ്ട, ഒരു പ്ലാനൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാകണമെന്നതാണ്. അവർ ഈ കണ്ട് വളരുന്നതൊക്കെ, പുറത്തിറങ്ങിയാൽ കാണുന്ന കാഴ്ചകൾ, അവർ ഈ സ്ക്രീനിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഒരു പുതിയ രസമുള്ള ഒരു ലോകമാണ് അവരുടെ മുമ്പിലുള്ളത്. എന്താണ് ദീന്, എന്താണ് ലജ്ജ, എന്താണ് എന്റെ വസ്ത്രം, എന്താണ് എന്റെ വിചാരം, എന്താണ് എന്റെ സംസ്കാരം, എന്താണ് തിന്മകളോടുള്ള എന്റെ സമീപനം എന്നൊന്നും പഠിക്കാൻ അവസരമില്ലെങ്കിൽ പലപ്പോഴും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നത് നമ്മൾ മനസ്സിലാക്കുക. നന്നായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലജ്ജാശീലം എന്ന് പറയുന്നത് ഇസ്ലാമിലെ സ്വഭാവ ഗുണങ്ങളുടെ കൂട്ടത്തിലെ
ഏറ്റവും പ്രതിഫലാർഹമായ ഏറ്റവും മഹത്തായ ഒരു ഗുണമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടത് എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. പുതിയ കാലത്ത് നമുക്കറിയാം, സ്ത്രീ പുരുഷന്മാർക്കിടയിൽ പലപ്പോഴും ഉണ്ടായിരുന്ന അതിർവരമ്പുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. എല്ലാവരും രക്തബന്ധുക്കളെപ്പോലെ, കുടുംബ ബന്ധുക്കളെപ്പോലെയൊക്കെ അടുത്ത് ഇടപഴകുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ആരാണ് നമ്മുടെ മഹറമുകൾ? നമ്മുടെ പെൺകുട്ടികൾ വളരുമ്പോൾ അവർക്ക് ആരൊക്കെയായിട്ട് ഇങ്ങനെ നിരുപാധികം ഇടപെടാം, ആരോടൊക്കെ അവർക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ ഹിജാബില്ലാതെ സംസാരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഡ്രസ് കോഡ്, അവരുടെ സംസാരത്തിന്റെ സ്റ്റൈല്, ഇതൊക്കെ എങ്ങനെയായിരിക്കണം? നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ബാപ്പമാർ, മക്കൾ, ഭർത്താക്കന്മാർ, ആൺകുട്ടികൾ, അവരുടെയൊക്കെ സ്ത്രീകളോടുള്ള സമീപനം എന്തായിരിക്കണം? ദീനിയായ അതിരെവിടെയാണ്, അതിർവരമ്പ് എവിടെയാണ് എന്നതൊക്കെ ഇങ്ങനെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കസിൻസായിട്ട് പുറത്തടിച്ചും കൈകൊടുത്തും കെട്ടിപ്പിടിച്ചും വളരെ ഹൈഫൈ കൈമാറിയും അങ്ങനെയൊക്കെ ഒരു തരത്തിലുള്ള ഒരു ലിബറൽ ഒരു വേൾഡ് നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഇസ്ലാമിക ചിട്ട അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് തന്നെയാണ്. പലരും ചിലപ്പോൾ നമ്മളൊരു പഴഞ്ചനായിട്ടും അല്ലെ ഒരു ന്യൂജന്മൊക്കെ ഔട്ടാക്കും, ഒരു തന്ത വൈകിട്ട് ആൾക്കാരെന്നൊക്കെ പറയും. അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ അതൊന്നും ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളതിനെ കണക്കാക്കേണ്ടതില്ല. നമ്മൾ ഹൈറും ഷെറും എന്താണെന്ന് മനസ്സിലാക്കുക, ഹറാമും ഹലാലും എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളെ പഴഞ്ചനാക്കിയാലും അള്ളാന്റെ അടുത്ത് നമ്മൾ വിശുദ്ധരായി മാറുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഇവിടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ദീന് നഷ്ടപ്പെടുത്തിയാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വഷളാക്കപ്പെടും. പിശാച് അതിശക്തമായി നമ്മളെ വഞ്ചനയിൽപ്പെടുത്താൻ വേണ്ടി നമുക്കിടയിൽ ദുർമന്ത്രവും ദുർബോധനവും നടത്തിക്കൊണ്ടിരിക്കും എന്നത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൽ വീണുപോയാൽ, ആ കെണിയിൽ നമ്മൾ വീണുപോയാൽ വലിയ നഷ്ടക്കാരായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കാം. രണ്ട് ആണും പെണ്ണുങ്ങൾക്കിടയിലുള്ള ബന്ധം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, നമ്മുടെ കൂടെ പഠിച്ചവരായിരിക്കും, നമ്മൾ പഠിപ്പിച്ചവരായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ അയൽവക്കക്കാരായിരിക്കും. ഇവിടെയൊക്കെ ആണും പെണ്ണൊക്കെയുള്ള ചില നിബന്ധനകൾ, അതിരുകളുണ്ട്. ഓവർ ആകാതിരിക്കാനുള്ള കാര്യങ്ങൾ, സംസാരത്തിൽ അശ്ലീലം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ പറയേണ്ടത് വളരെ ഗൗരവത്തിൽ പറയുക. കിഞ്ചന വർത്തമാനങ്ങളും മാഞ്ഞാള വർത്തമാനങ്ങളും ഒന്നും വർത്തമാനങ്ങൾ വന്ന് അതൊക്കെ ഒരു തരത്തിലുള്ള തിന്മകളിലേക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഈ ലജ്ജാബോധമില്ലെങ്കിൽ നമുക്കിതൊന്നും ഒരു വിഷയമാവില്ല. എല്ലായിടത്തും ഇടിച്ചു കയറി അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ തൊള്ളെ തോന്നിയതൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാതിരുന്നൊരു മൂലക്കലിരിക്കണം എന്നല്ലതിൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടേതായ കൾച്ചർ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമ്മുടെ ഓഫ്ലൈൻ ബന്ധങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഓൺലൈൻ ബന്ധങ്ങൾ ശക്തമായ കാലാണ്. അപ്പോൾ നമ്മളൊന്ന് കരുതേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ആളെ കാണുന്നുണ്ടാവില്ല, പക്ഷേ വർത്തമാനങ്ങൾ, ചാറ്റിങ്ങുകൾ, അതിലൂടെ ചീറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ, എത്രയോ കുടുംബങ്ങളൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നതും തകർന്നു പോകുന്ന വർത്തമാനങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാണ്. ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ബോധം നഷ്ടപ്പെട്ടാൽ നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് നമ്മളൊരു ശ്രദ്ധയും ജാഗ്രതയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ തിന്മകളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ച ഒരു വിവരം നമ്മുടെ ശ്രദ്ധയിലുണ്ടാവും. റജബ് കഴിഞ്ഞ് ഷഅബാൻ കഴിഞ്ഞ് നമുക്ക് റമളാനിലേക്ക് ഇനി 2 മാസത്തെ ദൂരമുള്ളൂ. റമളാനിലേക്ക് ഒരുങ്ങാനുള്ള സമയമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ പുണ്യം കരസ്ഥമാക്കാൻ ഭാഗ്യം കിട്ടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ റമളാനിന് ശേഷം നമ്മുടെ അമലുകളൊക്കെ വിലയിരുത്തുകയും അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ നോമ്പ് ചിലപ്പോൾ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാവും. അതൊക്കെ നോറ്റ് വീട്ടാനൊക്കെയുള്ള സമയം നമ്മൾ കണ്ടെത്തുകയും അടുത്ത റമളാനോടുകൂടി അതിൻ്റെ ഒക്കെ ഒരു ബാധ്യതകൾ തീർക്കുകയൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്കുള്ള വീടുകളിൽ നമ്മുടെ സ്ത്രീകളൊക്കെ ചിലപ്പോൾ നോമ്പൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടാകും. അതവരെ ഓർമ്മപ്പെടുത്തുകയും അതൊക്കെ പെട്ടെന്ന് അള്ളാഹുവായിട്ടുള്ള ബാധ്യതകൾ തീർക്കാനുള്ള കാര്യങ്ങൾ
ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകൾ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വീഴ്ചകൾ അല്ലാഹു തആല മാപ്പാക്കി തരുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്ത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കുന്ന റഹ്മാനെ, അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ, അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെയൊക്കെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സഹോദരങ്ങളെ, ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുറേ സഹോദരന്മാർ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽപ്പെട്ട പലരും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ മഹല്ലിലെ ഒരു സഹോദരൻ ന്യൂമോണിയ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തവർക്കും രോഗബാധിതരായ ആളുകൾക്കുമൊക്കെ പ്രത്യേകം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമായ ആരോഗ്യത്തോടുകൂടി നമ്മുടെ കൂടെ സജീവമായി പ്രവർത്തിക്കാനും ഇടപഴകി ജീവിക്കാനും ഒക്കെയുള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി വിഷമിക്കുന്നവർ, അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണ റഹ്മാനെ. സദുദ്ദേശങ്ങളെ നീ സഫലമാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.